നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം. നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം. നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനമ്മയെയും എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും സർവേശ്വരനെയും പ്രണമിച്ചുകൊണ്ട് എൻ്റെ എല്ലാ നല്ലവരായ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി ചക്രയോധയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ ഈ റെസ്പോൺസിന്. പിന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. എനിക്ക് മലയാളം അത്ര കണ്ട് വശമില്ല, ഒരുപാട് തെറ്റുകളുണ്ടാവാം കേട്ടോ. ഇവിടെ തികച്ചും ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അത് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു തമാശയാവാം, ഒരു നേരം പോക്കാവാം, അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യമായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം, വാക്കുകൾക്ക് ശക്തിയുണ്ടോ, മൂർച്ചയുണ്ടോ? അത് നമ്മെ തളർത്തുമോ അതോ ഉയർത്തുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ ഈ ലോകത്ത് അതിക്രമങ്ങളും അക്രമങ്ങളും അപകടങ്ങളും ഒരു പരിധിവരെ ഈ വാക്കുകളിലൂടെ തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചു പോരുന്നത്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ലോകം, ഞാൻ ഉൾപ്പെടെ, എന്താണ് ചീത്ത സംഭവിക്കുന്നത്? ചീത്ത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ, അല്ലേ? നല്ലതൊന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ലേ? നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? നമ്മളെ കൂടുതലും ആകർഷിക്കുന്നത് ചീത്ത മാത്രമാണല്ലേ? നമ്മളെപ്പോഴും മനുഷ്യർ നല്ലത് ചെയ്താലും കണ്ടാലും ഒന്ന് അഭിനന്ദിക്കാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടല്ലേ? ചെറുതായിട്ട് നമുക്കുമുണ്ട്, മടി കാണിക്കും നമ്മൾ, അല്ലേ? ഇനി ഞാൻ അഭിനന്ദിച്ചാൽ അവനൊന്ന് കയറിപ്പോയാലോ, അതല്ല അവനങ്ങനെ സുഖിക്കണ്ട, അതൊക്കെ ചെറുതായിട്ട് നമ്മുടെ മനസ്സിലും ഓടിക്കൂടുമല്ലേ? എൻ്റെ അനുഭവവും വാക്കുകളിൽ കൂടെയുള്ള ഒരു മാറ്റം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ആ മൂർച്ചയേറിയ വാക്കുകൾ എന്നിൽ എങ്ങനെ മാറ്റം വരുത്തി? അത് ഒരു ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാൻ ആദരിക്കുന്ന അവരുടെ അടുത്ത് നിന്നാണെങ്കിലോ എനിക്ക് ഈ മൂർച്ചയേറിയ വാക്കുകൾ ലഭിച്ചതെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ തളർന്നു പോകുമല്ലേ? ഞാനും തളർന്നുപോയി, ഒരുപാട് വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ മനസ്സിനെ കൊണ്ട് കാട് കയറി ചിന്തിപ്പിച്ച് വളരെ അസ്വസ്ഥതയാക്കി ഞാൻ എന്നെ തന്നെ. എന്താണ്, എവിടെയാണ്, എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ദൈവമേ ഈ ശിക്ഷ എനിക്ക് ലഭിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. എവിടെ അന്വേഷിക്കും, എവിടെ കണ്ടെത്തും? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായത്. നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഈ ദൈവം നമ്മളിലെല്ലാവരിലുമുണ്ട്. അത് പല രൂപത്തിലാവാം, പലരിലൂടെയുമാവാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആൾക്കാരുടെ വാക്കുകളിലൂടെയാവാം,
അത് നല്ല വാക്കുകളിലൂടെയാവാം, മൂർച്ചയേറിയ വാക്കുകളിലൂടെയാവാം എന്ന ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കുറേ ബുദ്ധിമുട്ടി, എങ്കിലും ഞാൻ ആ ഉത്തരം കണ്ടെത്തി. ഈശ്വരൻ എവിടെയോ അല്ല, നമ്മളിൽ എല്ലാവരും തന്നെ. ഈ പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും ഉണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് ചിലപ്പോൾ ഘോരമായ, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച പോലെ മൂർച്ചയേറിയ വാക്കുകളിലാവാം. ആ തിരിച്ചറിയാൻ ഉള്ള ആ നിമിത്തം, അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെ എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്നതാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തമാവുന്നത്. എനിക്ക് ഒരുപക്ഷെ അന്നൊക്കെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ സത്യം പറയട്ടെ, ഒരുപാട് ഞാൻ ദേഷ്യപ്പെട്ടും കുറേ മനസ്സിൽ വേണ്ടാത്തതൊക്കെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, അന്ന് അവരെന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുമായിരുന്നില്ല. ഞാൻ അതിനെ നല്ല രീതിയിൽ കണ്ടു. ആ മൂർച്ചയേറിയ വാക്കുകൾ ആയിരുന്നു എൻ്റെ ആ ട്വിസ്റ്റ്, അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ്. ഞാൻ അവരെ മനസ്സിലാക്കി. എങ്ങനെ? ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ നല്ലവരായ അവരിലൂടെ എനിക്ക് ആ വാക്കുകൾ കേൾക്കേണ്ടി വന്നത്. കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ ആ വാക്കുകളെ എന്നെ തിരിച്ചറിയാനും എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് കണ്ടെത്താനും എന്നെ ഒരുപാട് സഹായിച്ചു. ഈ അവസരത്തിൽ വൈകിയാണെങ്കിലും എൻ്റെ നല്ലവരായ എല്ലാവരെയും ഞാൻ പ്രണമിക്കുന്നു. നിങ്ങളുടെ ആ വാക്കുകൾ എനിക്ക് ഒരു നല്ല പ്രചോദനമായതിൽ, ഒരു ടേണിംഗ് പോയിൻ്റ് ആക്കി തന്നതിൽ വളരെ നന്ദിയും കടപ്പാടും. നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും എന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഉണ്ട്, എനിക്ക് വിശ്വാസമാണ്. മറ്റുള്ളവരുടെ പരാജയം, കുറവ്, അല്ലെങ്കിൽ അവരെ പോലെ ഞാനും ആവണം, എനിക്ക് പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്ന് വെറുതെ ചിന്തിച്ച് ജീവിതം കളയലല്ല നമ്മുടെ ലക്ഷ്യം. അതിന് പകരം അവരുടെ ഉള്ളിലുള്ള ആ നന്മയെ കണ്ട് അത് മനസ്സിലാക്കി അവരിലൂടെ എന്താണ് എൻ്റെ ലക്ഷ്യം, ഞാൻ ആരാണ്, എനിക്കെന്തിനാണ് ഈ ജന്മം എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഉത്തരം കണ്ടെത്തി. ഉറപ്പായി ദൈവം കൂടെയുണ്ട്, വഴി കാണിച്ചു തരും, ഉറപ്പാണ്. എങ്ങനെയെന്നല്ലേ ചോദിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളോട്, ഞാൻ ആരാണ്. നമ്മുടെ മനസ്സല്ലേ, വേറെ ആരുടെയും കടമെടുത്തതല്ലല്ലോ. നമുക്ക് നമ്മളോട് ചോദിക്കാൻ ഒരു പേടിയും വേണ്ടല്ലോ. വായ തുറന്ന് ചോദിക്കുകയും വേണ്ട, മനസ്സിൻ്റെ ഉള്ളിൽ ചോദിച്ചാൽ മതി. ചോദിച്ചു നോക്കൂ. ഒരു സാധാരണക്കാരിയായ എനിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാനും ധൈര്യവും കിട്ടുന്നു എങ്കിൽ നിങ്ങൾക്കും പറ്റും, ഉറപ്പാണ്. ഇവിടെ നമ്മൾ കണ്ടുമുട്ടി എങ്കിൽ ഉറപ്പിച്ചോളൂ, ആ ദൈവാധീനം അല്ലെങ്കിൽ ആ ദൈവസ്പർശം നമ്മളെയും തൊട്ടിരിക്കുന്നു. ആ സ്പാർക്ക് നമ്മളിലും വീണിരിക്കുന്നു. ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ ആരാണ്. ചോദിക്കില്ലേ, കിട്ടും, ഉറപ്പാണ്. അതാണ് സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്, ബട്ട് ഇറ്റ്സ് മൈൻഡ് സ്റ്റഡി ആൻഡ് ഗെയിം. നമ്മൾ കണ്ടെത്തും. എനിക്ക് വീണ്ടും കുറേ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും മുമ്പിലോട്ട് പോകും. വീണ്ടും കാണും എന്ന പ്രതീക്ഷയോടെ നന്ദി, വണക്കം.